മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹിയും കൂട്ടി മോഹിനിയമ്മയോടൊപ്പം കർണാലയത്തിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്ന കണ്ണനെ മാക്സിമം തടയുന്നുണ്ട് അനന്തവും ലേഖയും, അതുപോലെ തന്നെ വാമദേവൻ അമ്മാവനും. എന്നാൽ അതൊന്നും കേൾക്കാതെ കണ്ണൻ പോകണമെന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുവാണ്. അപ്പോഴും അത് കേട്ടിട്ട് മഞ്ജുവിനും അതുപോലെ സാഗറിനും ഒക്കെ സംശയം തോന്നുകയും ചെയ്യുന്നു. ഇവരെന്തിനാ ഇത്രയധികം പേടിക്കുന്നത്? മഹാലക്ഷ്മി ഏട്ടത്തിയോടൊപ്പം കണ്ണേട്ടനും പോയെന്ന് വെച്ച് ചടങ്ങ് നോക്കിയിട്ടൊന്നും അല്ലല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അനന്തുലേക്കും പറയുന്നു. അതല്ല, കണ്ണനെ കാണുമ്പോഴാണ് പ്രതാപന് ഏറ്റവും കൂടുതൽ വയലൻ്റ് ആകുന്നത്, അതുകൊണ്ടാണ് ഞാൻ പേടിച്ചു പോയത്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് മഞ്ജു സമാധാനിപ്പിച്ച് അകത്തേക്ക് പോകുന്നു. കണ്ണനും അവരോടൊപ്പം വണ്ടിയിൽ കയറി പോകുന്നു. അതേസമയം പന്തികേട് മനസ്സിലായ വാമദേവൻ അമ്മാവൻ അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. എന്തെങ്കിലും മാർഗ്ഗമൊന്നും നോക്ക് അവൻ്റെ വാ എന്ന് മൂടിക്കെട്ടാൻ എന്ന് പറയുന്നത് പ്രകാരം മുത്തശ്ശിയാണെങ്കിൽ റൂമിലേക്ക് വരുമ്പം കട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതാപൻ. അപ്പോൾ പ്രതാപൻ്റെ കണ്ടീഷൻ ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നൈസായിട്ടൊന്ന് പുഞ്ചിരിച്ച് നോക്കുന്നുണ്ട് മുത്തശ്ശി. അപ്പം പുഞ്ചിരിക്കുന്നത് കണ്ടിട്ട് പ്രതാപൻ പറയുന്നു, വാ കയറി വാ, അകത്തേക്ക് കയറി വാ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അമ്മ, കണ്ണനെ ഇങ്ങോട്ടേക്കൊന്ന് വിളിക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കണ്ണനോട് സത്യം പറയാൻ എൻ്റെ മകളുണ്ടല്ലോ ആ കരുണ, അതുപോലെ ആ വാമൻ, അവനൊന്നും സമ്മതിച്ചില്ല. എൻ്റെ വാ മൂടിക്കെട്ടി ഞാൻ പറയുന്നത് വിലക്കി. നീ എന്തിനാ മോനെ അവിടെ ചെന്ന് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ ശ്രമിച്ചത്? സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മോളുടെ ജീവിതത്തെ അത് ബാധിക്കത്തില്ലേ? അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എൻ്റെ വിശ്വൻ്റെ സന്തോഷം മാത്രമാണ് പ്രധാനം. ഞാൻ ഈ സത്യം പറയാതെ ഒരിക്കലും അവന് സമാധാനം കിട്ടില്ല. എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടാതിരിക്കില്ല. കണ്ണനെ എൻ്റെ കൺമുന്നിൽ ദൈവമായിട്ട് തന്നെ അല്ലെങ്കിൽ വിശ്വനായിട്ട് തന്നെ കൊണ്ടുതരും എന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നു, ദേ മോനെ, ഞാനൊരു കാര്യം പറയാം, നീ ഇപ്പം കിടന്നുറങ്ങ്. ഇപ്പം എന്തായാലും ഇനി കണ്ണൻ ഇങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല. അത് ആർക്കറിയാം, ഞാനിനി ഉറങ്ങുന്ന സമയത്തും കാണാം കണ്ണൻ ഇങ്ങോട്ടേക്ക് വരുന്നെങ്കിലോ? ഇല്ല മോനെ, ഇപ്പോഴേക്ക് ഇങ്ങോട്ടേക്കൊന്നും വരത്തില്ല. നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഞാൻ കണ്ണനോട് സത്യം പറയുന്നത് നിങ്ങൾക്കും ഇഷ്ടമല്ലല്ലോ. അങ്ങനെ പറഞ്ഞല്ല മോനെ, നീ കിടന്നുറങ്ങുന്നൊക്കെ സമാധാനത്തിൽ പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് മുറി അടയ്ക്കുന്നത്? മുറി അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം എന്തായാലും ഞാൻ എങ്ങോട്ടേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ മുത്തശ്ശിയാണെങ്കിൽ അങ്ങ് പോകുന്നു. വണ്ടിയിലിരുന്ന് മഹിയും മോഹിനിയമ്മയും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ടിട്ട് കണ്ണനാണെങ്കിൽ ചോദിക്കുന്നു, നിങ്ങളുടെ രണ്ടാളുടെയും മുഖത്ത് ഒരു സന്തോഷവും എന്തോ പേടി പോലെ. അത് കാണുമ്പോഴെനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നു. പ്രതാപൻ എന്താ എന്നോട് സംസാരിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം ഇനി നിങ്ങൾക്കറിയാമോ? എനിക്കൊന്നും അറിയില്ല കണ്ണേട്ടാ. അയാൾ മാനസികമായിട്ട് ഓക്കെ അല്ല, അതുകൊണ്ട് എന്തൊക്കെയോ പറയുന്നതാ. അതിന് അയാൾ സംസാരിക്കുന്നത് കേട്ടെങ്കിലല്ലേ അറിയാൻ പറ്റൂ അയാൾക്ക് മാനസികമായി ഓക്കെ അല്ലാഞ്ഞിട്ട് പറയുവാണോ അതോ ഇനി നല്ല ബോധത്തോടെ പറയുവാണോ എന്ന്. അപ്പം മോഹിനിയമ്മയും മഹിയും പരസ്പരം നോക്കുന്നുണ്ട്. അങ്ങനെ ക്ഷീണം കൊണ്ട് മഹിയാണെങ്കിൽ ഒന്ന് കണ്ണ് മയങ്ങുന്ന സമയത്താണെന്ന് തോന്നുന്നു. എന്തായാലും ആ സ്വപ്നം മനസ്സിൽ തെളിയുന്നു. അതായത് പ്രതാപൻ റൂമിൽ കിടക്കുന്ന സമയത്ത് കണ്ണേട്ടൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പോഴ് നടന്ന കാര്യങ്ങളെല്ലാം, അന്ന് നീയും നിൻ്റെ അച്ഛനും കൂടി പോയ ബുള്ളറ്റിലേക്ക് ഒരു ലോറി പാഞ്ഞു കയറിയല്ലേ നിൻ്റെ അച്ഛൻ്റെ ജീവൻ പോയതും നീ വീൽചെയറിലായതും? അതിൻ്റെ കാരണക്കാരൻ ഞാനാടാ മോനെ. അന്ന് നിങ്ങൾ പോയ ബുള്ളറ്റിലേക്ക് ലോറി പാഞ്ഞു കയറ്റിയത് ഞാനാ. എന്നോട് ക്ഷമിക്കണം. വിശ്വനാഥൻ്റെ ആത്മാവ നിന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറയണമെന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്നതെന്ന് കേൾക്കുമ്പോഴത്തേക്കും കണ്ണനാണെങ്കിൽ ആ വീൽ ചെയറിൽ നിന്ന് ചാടി എണീറ്റ് പ്രതാപൻ്റെ കുരവള്ളിക്ക് കുത്തിപ്പിടിക്കുന്നു. നിങ്ങൾ എന്താ പറഞ്ഞത്? എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു നിങ്ങളാണോ ഇനി എൻ്റെ അച്ഛനെ കൊന്നതെന്ന്. നിന്നെ ജീവനോടെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ ഉപദ്രവിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്ന സമയത്താണെന്ന് തോന്നുന്നു. മോഹിനിയമ്മ പറയുന്നത്, മോളെ ദാ വീടെത്തി ഇറങ്ങാൻ. അങ്ങനെ ആകെ പേടിച്ച് വിറച്ച് മഹിയും കണ്ണനും മോഹിനിയമ്മയും ഇറങ്ങുന്നുണ്ട്. കണ്ണനാണെങ്കിൽ പ്രതാപനെ കാണണമെന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് കരുണാലയത്തിലേക്ക് വന്നിരിക്കുന്നത്. അതായത് എന്തെങ്കിലും കാര്യം ഇനി പറയാൻ പ്രതാപൻ തന്നോട് ശ്രമിക്കുന്നുണ്ട്. അത് തൻ്റെ അച്ഛനുമായി ബന്ധപ്പെട്ട കാര്യമാണോ? ഇനി അയാളെങ്ങാനാണോ തൻ്റെ അച്ഛനെ കൊന്നത് എന്ന സത്യം അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കണ്ണനും കൂടെ വന്നിരിക്കുന്നത്. എന്തായാലും കണ്ണൻ ഇന്ന് തന്നെ പ്രതാപൻ്റെ വായിൽ നിന്നും ആ സത്യം തിരിച്ചറിയുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. സത്യങ്ങൾ അറിയുമ്പോൾ പലരും പല ഭാഗത്തായി തിരിയും. അതായത് ദുർഗയെ, ഉണ്ണിയെയും നമ്മുടെ വാമദേവൻ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമെങ്കിലും അവർ രണ്ടുപേരും വിശ്വസിക്കില്ല. മാത്രമല്ല അച്ഛൻ്റെ കൊലപാതകിയായിട്ടുള്ള അയാളുടെ മകളെ ഇനി തൻ്റെ ഭാര്യയായിട്ട് വേണ്ട എന്ന് ഉണ്ണി തീരുമാനിക്കാൻ സാധ്യതയുണ്ട്. കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മി എനിക്ക് കൂടെ വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാനും, മാത്രമല്ല മഞ്ജു ഇത്രയും നാൾ മഹിയോട് കാണിച്ചുകൊണ്ടിരുന്ന സ്നേഹം ഇനി അതുപോലെ കാണുമോ? തെറ്റിദ്ധാരണകളൊക്കെ പറഞ്ഞ് അനന്തവും ലേഖയും മാറ്റിയതിന് ശേഷം മാത്രമേ ഇനി വീണ്ടും
മഞ്ജുവും മഹാലക്ഷ്മിയും ഒന്നാകുമോ? കാത്തിരിക്കാൻ എന്തൊക്കെ ആകുമെന്ന്. കണ്ണനാണെങ്കിൽ ഇപ്പം സത്യം അറിയും ഇപ്പം സത്യം അറിയുമെന്ന് കുറേ ദിവസങ്ങൾ കൊണ്ട് കാണിക്കുന്നു എന്നല്ലാതെ പ്രൊമോയും എപ്പിസോഡും നീട്ടിക്കൊണ്ടേ പോകുവാണ്. അപ്പം ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് എപ്പിസോഡുകൾ വരാൻ വേണ്ടി കാത്തിരിക്കാം. എന്തായാലും മഹാലക്ഷ്മിയെ ആദ്യം തെറ്റിദ്ധരിക്കുമെങ്കിലും പിന്നീട് സത്യാവസ്ഥ മനസ്സിലാക്കി കൂടെ കൂട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നായകനും നായികയും എന്തായാലും ബന്ധം ഉപേക്ഷിച്ച് പോകില്ലല്ലോ. എന്നാൽ കരുണയുടെ കാര്യത്തിൽ എന്താകുമെന്ന് കാത്തിരിക്കാം.